ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പെൻ സാനിറ്റൈസറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം നോക്കിയായിരുന്നു. പക്ഷേ നമ്മൾക്കത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല, എവിടെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ പെൻ സാനിറ്റൈസർ ആണെങ്കിൽ ആരും കരുതാത്ത വിധത്തിൽ നമ്മുടെ പോക്കറ്റിൽ തന്നെ ഇട്ട് നടക്കാവുന്ന ഒന്നാണ് പെൻ സാനിറ്റൈസർ. ഇതിൻ്റെ ഒരു ചെറിയൊരു കണ്ടുപിടുത്തമാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അതിൻ്റെ മേക്കിങ്ങിലോട്ട് കിടക്കാം. ഇതിന് വെറും ഒരു പഴയ സ്പ്രേ ബോട്ടിലും ഒരു ഇങ്ക് പെന്നും മാത്രം മതി. ഇങ്ക് പെന്നിന് ബോഡി അല്പം വലുതായതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. ആദ്യം ആ സ്പ്രേ ബോട്ടിലിനെ കണ്ണ് മൂക്കൂല്ലാത്ത ചറപറാന്ന് പൊളിച്ചെടുക്കണം. പൊളിച്ചെടുക്കുമ്പോൾ കൈ മുറിയാതെ നോക്കണം കേട്ടോ. അതിനകത്തുള്ള ഈ സ്പ്രേയറാണ് നമ്മൾക്ക് ആവശ്യം. കഴുത്തൊക്കെ മുറിക്കുമ്പോൾ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. ഇനി ആ പെൻ അഴിച്ചെടുത്ത് മാറ്റുക. ആ ഭാഗം നമ്മൾക്ക് ആവശ്യമില്ലാത്തതാണ്. ഇനി ആ സ്പ്രേയുടെ ട്യൂബ് ഒന്ന് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. കൂടുതലായി നിൽക്കുന്ന ലെങ്ത്ത് അല്പം മുറിച്ച് മാറ്റണം. എന്നിട്ട് അതിനെ പേനയുടെ ഉള്ളിലോട്ട് ഇറക്കി വയ്ക്കാം. നല്ലപോലെ ഉള്ളിലോട്ട് ഇറക്കി വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെറുതായി ഒന്ന് ചൂടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആ സ്പ്രേയുടെ പ്രസ് ചെയ്യുന്ന ഹെഡും പേനയുടെ ടോപ്പും ഇട്ട സംഭവം റെഡി. സാനിറ്റൈസർ ഫില്ല് ചെയ്യാനായിട്ട് സ്പ്രേയർ അഴിച്ച് മാറ്റി പേനയിൽ ഫില്ല് ചെയ്യാം. എന്നിട്ട് സ്പ്രേ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാം. ആ മഷി നിറയ്ക്കുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ സാനിറ്റൈസർ നിറച്ച് വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് സംഭവം? പൊളി സാധനം. ഇത് ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് സാനിറ്റൈസർ തീർന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. റീഫിൽ ചെയ്ത് വീണ്ടും വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പെൻ സാനിറ്റൈസർ. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ പോക്കറ്റിലിരുന്ന സമയത്തിൽ ഇത് പെന്നാണെന്ന് മാത്രമേ തോന്നുള്ളൂ, സാനിറ്റൈസറാണെന്ന് തോന്നില്ല. പിന്നെ ഇതിൽ ക്വാണ്ടിറ്റി വളരെ കുറവാണെന്ന് വിചാരിക്കുന്നത്. 40 മുതൽ 50 വരെ നമ്മൾക്ക് ഇതിൻ്റെ സ്പ്രേ ചെയ്യാൻ സാധിക്കും. ഒരു ദിവസം ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതിനെ മാക്സിമം യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഡെയിലി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം പോക്കറ്റിട്ട് നമുക്ക് ഇറങ്ങാവുന്നതാണ്. പിന്നെ ഇതുവഴി പുറത്തോട്ട് പോവുകയാണെങ്കിൽ, നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുവഴി പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഒന്ന് ടേപ്പ് ഇട്ട് ചുറ്റി ഒന്ന് സേഫാക്കി വയ്ക്കാം. നിങ്ങൾക്ക് എൻ്റെ കണ്ടുപിടുത്തം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.